പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടവകയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് നമുക്കറിയാം. 100-ാം വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് ആദ്യമായി ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നന്ദി പറയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പൂർവികരെ സ്മരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഈ സുദിനത്തിൽ നമ്മുടെ പ്രാർത്ഥനാപൂർവം ഇവിടെ ദൈവത്തിന് കൃതജ്ഞതാബലി അർപ്പിക്കുന്ന ഈ അവസരത്തിൽ നമ്മോടൊപ്പമായിരിക്കുകയും ഇന്നത്തെ ദിവസത്തിൽ പ്രാർത്ഥനയും കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ ജൂബിലി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാനുമായി സ്നേഹപൂർവ്വം നമ്മോടൊപ്പം ബലിയർപ്പിക്കുവാനുമായി എത്തിയിരിക്കുന്ന നമ്മുടെ അഭിനന്ദ പണ്ടാശ്ശേരി പിതാവിന് നിങ്ങളുടെ ഏവരുടെയും പേരിൽ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ബഹുമാനയുടെ വൈദികരെ, പ്രത്യേകിച്ചും ഈ ഇടവകയിലെ വികാരിമാർ, അതിന് വിശേഷവിധിയായി ചേളക്കണ്ടത്തിലച്ഛൻ നമ്മോടൊപ്പം ഇത് ബലിയർപ്പിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ബഹുമാനയുടെ അച്ഛനും മറ്റ് ഈ ഇടവകയിൽ വികാരിമാരായി സേവനം ചെയ്യുന്ന അച്ഛന്മാരെയും പ്രത്യേകമായി അനുസ്മരിക്കുന്നു. ഇന്ന് ഈ ഇടവകയിലെ ഈ ഇടവക വൈദികർ അവരും നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ഇടവകയിലെ അച്ഛന്മാരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള എല്ലാവരുമുണ്ട്. വിശേഷവിധിയായി ഇന്നത്തെ ഈ ദിവസത്തിൽ പ്രാർത്ഥനയും കണക്കെടുത്തുകൊണ്ട് ഈ ആഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് അതോടൊപ്പം ഒരു കാര്യം നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു കാലത്ത് നമ്മുടെ ഇടവകയിലെ സേവനം ചെയ്ത ബഹുമാനപ്പെട്ട ജെയിംസ് മൂത്രക്കൈലച്ഛൻ, അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ സ്മരണ നിർത്തിക്കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വിശുദ്ധ ബലിയിലേക്ക് എല്ലാവരെയും ആർദ്രമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്നേഹത്തിന്റെയും കാരണമായ ദൈവമേ, ഞങ്ങളുടെ ദേവാലയ സ്ഥാപനത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഒന്നുചേർന്ന് നന്ദി പറയുന്നു. അങ്ങയുടെ തിരുവചനങ്ങൾക്കനുസൃതമായി ജീവിച്ച് ദൈവിക പുണ്യങ്ങളിൽ നിരന്തരം വളരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. വിശ്വാസത്തിന്റെ വഴികളിലൂടെ ഞങ്ങളുടെ പൂർവ്വികരെ നടത്തുകയും കാരണത്തിന്റെ തീർച്ചയായതിലൂടെ എന്നത് ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ചെയ്ത ഉണ്ണീശോയെ ഇടവക മധ്യസ്ഥനായി ലഭിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ഇടവക സമൂഹത്തിന്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വേണ്ടി ത്യാഗോചിതമായ ജീവിതം നയിച്ച പൂർവികരെയും വൈദികരെയും സന്യസ്തരെയും നന്ദിയോടെ ഓർക്കുന്നു. വഴിയും സത്യവും ജീവനുമായ ഈശോയെ നിരന്തരം അനുഗമിച്ച് യഥാർത്ഥ പ്രകാശമായി അങ്ങയുടെ പ്രകാശത്തിൽ പ്രശോഭിതരായി കൃത്യ ജീവിതത്തിന്റെ പരിപൂർണത പ്രാപിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഒരു ഹൃദയവും ഒരാത്മാവുമായി എളിമയിലും ഒരുമയിലും പരസ്പരമുള്ള പങ്കുവെപ്പിലും ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും തിരിച്ചറിയുവാനും തിരുത്തുവാനുമുള്ള കഴിവും കരുത്തും ഞങ്ങൾക്ക് നൽകണമേ. ഈ ജൂബിലി വർഷത്തിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഇടവകയും ഇടയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന നാനാജാതി മതസ്ഥരെയും ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഓരോ ഉദ്യമങ്ങളെയും അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ ഉണ്ണീശോയെ മാതൃകയായി ജീവിച്ചുകൊണ്ട് അന്ധകാരപൂർണമായ പ്രകാശത്തിൽ തന്റെ ചുറ്റുമുള്ളവർക്ക് പ്രകാശത്തിന്റെ കനകരശ്മികൾ പകർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദേവാലയമാവുന്ന കൂടാരത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പരസ്പരം ക്ഷമിച്ചും പങ്കുവച്ചും ഓരോരോട് പങ്കുചേർന്ന സ്നേഹത്തിന്റെ ഈ വഴിയിൽ നമുക്കൊന്ന് ചേർന്ന് അർപ്പിക്കാം.
Bye.
കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും.